എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 51-ാമത്തെ സർഗത്തിൽ 16 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശതാനന്ദനും ശ്രീരാമനും തമ്മിലുണ്ടായതായ സംഭാഷണത്തെ പറ്റിയിട്ട്, ശ്രീരാമൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. വിശ്വാമിത്രനെ പറ്റിയിട്ട് ശ്രീരാമനോട് ശതാനന്ദൻ പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭമാണ്. അതാണ് കഥയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ആദ്യം 16-ാമത്തെ ശ്ലോകം നോക്കാം. ശ്രൂയതാം ചാഭിധാസ്യാമി കൗശികസ്യ മഹാത്മനഃ യഥാബലം യഥാതത്വം തന്മേ നിഗതത ശൃണു. എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, ശ്രീരാമനോട് ശതാനന്ദൻ വിശ്വാമിത്രനെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ പറയാണ്. ഒരു തവണ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചതാണ്. വിശ്വാമിത്രൻ്റെ വംശാവലിയെ പറ്റിയിട്ട് മുമ്പ് പറഞ്ഞിരുന്നു. അതൊന്നും കൂടി എടുത്തു പറഞ്ഞിട്ടാണ് പിന്നെ വിശ്വാമിത്രൻ്റെ മറ്റു കഥകളിലേക്ക് കടക്കണത്. ഇവിടെ അതാണ് പറയണത്. മഹാത്മനഃ കൗശികസ്യ കഥാം അഭിധാസ്യാമി ശ്രൂയതാം. മഹാത്മാവായിട്ടുള്ള കൗശികനെ പറ്റിയിട്ട്, കൗശികൻ്റെ കഥകളെ പറ്റിയിട്ട് ഞാൻ പറയാം. ശ്രൂയതാം, അത് കേട്ടോളൂ. അതെങ്ങനെയാണ് ഞാൻ പറയണത്? യഥാബലം യഥാതത്വം തന്മേ നിഗതത ശൃണു. എന്നെക്കൊണ്ടാവുന്നതുപോലെ, എനിക്ക് അറിവുള്ളതുപോലെ ഏതാണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് യഥാബലം, എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ. യഥാതത്വം, അറിഞ്ഞിടത്തോളം സത്യസന്ധമായിട്ടുള്ള കഥകളാണ്. കഥ എന്ന് വെച്ചാൽ ഉണ്ടായ കാര്യങ്ങളാണ്, ചരിതങ്ങളാണ്. അത് നിഗതത മേ ശൃണു, ഞാൻ പറയാൻ പുറപ്പെടുകയാണ്, എന്നിൽ നിന്ന് ആ കഥ മുഴുവനുമായിട്ട് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് വിശ്വാമിത്രനെ പറ്റിയിട്ടുള്ള കഥകൾ പറയാൻ തുടങ്ങുകയാണ്. നമുക്ക് 17-ാമത്തെ ശ്ലോകം നോക്കാം. രാജാസീദേശധർമാത്മാ ദീർഘകാലമരിന്ദമ ധർമ്മജ്ഞഃ കൃതവിദ്യശ്ച പ്രജാനാം ച ഹിതേരത. വിശ്വാമിത്രൻ ഒരു ഋഷിയായിരുന്നില്ല. പണ്ട് കാലത്ത് അദ്ദേഹം ഒരു രാജാവായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബ്രഹ്മർഷിയായി തീർന്നു എന്നാണല്ലോ. ബ്രഹ്മർഷി ആവുന്നതിന് മുമ്പ് അദ്ദേഹം രാജർഷിയായിരുന്നു, രാജാവായിരുന്നു. ആ കഥയാണ് പറയണത്. ഏഷ ധർമാത്മാ ദീർഘകാലം രാജ ആസീത് അരിന്ദമഹ ധർമാത്മാ. ഈ ധർമാത്മാവായിട്ടുള്ള, ശത്രുക്കളെയെല്ലാം ഇല്ലാതെയാക്കിയവനായിട്ടുള്ള ഈ വിശ്വാമിത്ര മഹർഷി പണ്ട് ഒരിക്കൽ കുറേ കാലം, അങ്ങനെ പണ്ടൊരു കാലത്ത് ദീർഘകാലം രാജ ആസീത്, ദീർഘകാലത്തേക്ക് രാജാവായിട്ട് ഇവിടെ രാജ്യം ഭരിച്ച ആളാണ്. അതിന് ശേഷമൊക്കെയാണ് ബ്രാഹ്മണ്യം നേടിയെടുത്തത്. അപ്പോൾ അന്ന് ക്ഷത്രിയനായിരുന്നു, രാജ്യമൊക്കെ വളരെ കാലം ഭരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ആ കാലത്തും അദ്ദേഹം ധർമ്മജ്ഞനായിരുന്നു, കൃതവിദ്യനായിരുന്നു. പ്രജാനാം ഹിതേരതഃ ച. ധർമ്മജ്ഞൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ പറ്റിയിട്ട് നന്നായിട്ട് അറിയുന്നവനായിരുന്നു, ധാർമ്മികനായിരുന്നു, കൃതവിദ്യനായിരുന്നു. അതായത് എല്ലാം വേണ്ടതുപോലെ, ഒരു രാജ്യം ഭരിക്കണമെങ്കിൽ ക്ഷത്രിയനായിട്ട് രാജ്യം ഭരിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയണം, അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവനായിരുന്നു. മാത്രമല്ല പ്രജാനാം ഹിതേ രതഃ ച ആസീത്, പ്രജകളുടെ ഹിതത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് നന്നായിട്ട് അറിയുന്നവനുമായിരുന്നു, അത് വേണ്ടതുപോലെ ചെയ്യുന്നവനുമായിരുന്നു. അങ്ങനെയുള്ളൊരു മഹാനായിട്ടുള്ള രാജാവായിരുന്നു വിശ്വാമിത്രൻ. ഇനി ആ വിശ്വാമിത്രൻ്റെ അദ്ദേഹത്തിൻ്റെ പൂർവ്വ പിതാമഹന്മാരെ പറ്റി പറയാണ്. പ്രജാപതി സുതസ്ത്വാസീത് കുശോ നാമ മഹീപതി കുശസ്യ പുത്രോ ബലവാൻ കുശനാഭസുധാർമ്മിക. പ്രജാപതിയുടെ പുത്രനായിട്ട്, ഏത് പ്രജാപതിയാണെന്നൊന്നും പറയണില്ല, എന്നാലും ഒരു പ്രജാപതിയുടെ പുത്രനായിട്ട് കുശൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ കഥയൊക്കെ മുമ്പ് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പം ശതാനന്ദൻ വീണ്ടും ശ്രീരാമനോട് പറയാണ്, പ്രജാപതിയുടെ പുത്രനായിട്ട് കുശൻ എന്നുള്ളൊരു രാജാവ് ഇവിടെ ഉണ്ടായിരുന്നു. കുശസ്യ പുത്രോ ബലവാൻ കുശനാഭ. കുശൻ്റെ പുത്രനായിട്ട് കുറേ മക്കളുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കുശൻ്റെ പുത്രനായിട്ട് കുറേ പേരിൽ ഒരാളായിട്ടായിരുന്നു കുശനാഭൻ ജനിച്ചത്. അതാണ് കുശനാഭ സുധാർമ്മിക. ബലവാനായിരുന്നു, നല്ല കഴിവുള്ളവനായിരുന്നു, ധർമ്മജ്ഞനായിരുന്നു. അങ്ങനെയുള്ള ഒരു പുത്രനാണ് കുശനാഭൻ. കുശൻ്റെ പുത്രനായിട്ട് കുശനാഭനുണ്ടായി. അതിനുശേഷം കുശനാഭസുതസ്ത്വാസീത് ഗാധിരിത്യേവ വിശ്രുത ഗാധേഃ പുത്രോ മഹാതേജ വിശ്വാമിത്രോ മഹാമുനി.
അതിനുശേഷം കുശനാഭൻ്റെ പുത്രനായിട്ട് ഗാധി എന്നു പേരുള്ള ഒരു മകൻ ജനിച്ചു. കുശനാഭൻ്റെ മക്കളുടെ കഥ നമ്മൾ മുമ്പേ കേട്ടതാണ്. കുശനാഭന് കുറേ പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. 60-ലധികം കുട്ടികളുണ്ടായിരുന്നു. അവരെയൊക്കെ വായു പ്രേമിച്ചു എന്നും അവസാനം വായുവിന് അവരെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല, അവരെ ഇഷ്ടമാണെന്ന് അവരോട് ഈ വായുവിനോട് തിരിച്ചു പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വായു ഇവരുടെ ശരീരത്തിൽ കയറിയിട്ട് അവരുടെ ശരീരത്തിലൊക്കെ വളവും തിരിവുണ്ടാക്കി എന്നുള്ള കഥയൊക്കെ പറഞ്ഞതാണ്. അങ്ങനെയാണ് ആ രാജ്യത്തിന് കന്യാകുബ്ജം എന്ന് പേര് വന്നത് എന്നുള്ളതൊക്കെ കുറേ സർഗ്ഗങ്ങൾ മുമ്പ് നമ്മൾ ആ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങനെ ആ കുട്ടികളെയൊക്കെ അതിനുശേഷം വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നെ കുശനാഭന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വന്നപ്പോൾ ഒരു പുത്രനും കൂടി ഉണ്ടായി. ആ പുത്രനാണ് ഗാധി. കുശനാഭസുതസ്ത്വാസീത് ഗാധിരിത്യേവ വിശ്രുത. ഗാധി എന്ന് വളരെ വിശ്രുതനായിട്ടുള്ളൊരു പുത്രൻ കുശനാഭന് ഉണ്ടായി. ഗാധേ പുത്രോ മഹാതേജ വിശ്വാമിത്രോ മഹാമുനി. ആ ഗാധിയുടെ പുത്രനായിട്ട് മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രൻ ജനിച്ചു. അങ്ങനെയാണ് വിശ്വാമിത്രന് കൗശികനെന്നും ഗാധിസുതൻ എന്നൊക്കെയുള്ള പേരുകൾ വന്നത്. അങ്ങനെ ഗാധേഹ പുത്ര, ഗാധിയുടെ പുത്രനായിട്ട് മഹാതേജസ്വിയായ മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രൻ പിറന്നു എന്നാണ് പറയണത്. എന്നിട്ട് വിശ്വാമിത്രൻ്റെ രാജ്യഭാരത്തെ പറ്റി പറയുകയാണ് 20ാമത്തെ ശ്ലോകത്തിൽ. വിശ്വാമിത്രോ മഹാതേജ പാലയാമാസമേദിനീം ബഹുവർഷസഹസ്രാണി രാജാ രാജ്യമകാരയത്. വിശ്വാമിത്രോ മഹാതേജ മേദിനീം പാലയാമാസ. മഹാതേജസ്വിയായിട്ടുള്ള പ്രതാപവാനായിട്ടുള്ള വിശ്വാമിത്രൻ എന്നു പേരുള്ള ആ മഹാരാജാവ് മേദിനിയും പാലയാമാസ, മേദിനിയെ, ഭൂമിയെ, രാജ്യത്തെ വേണ്ടതുപോലെ പരിപാലിച്ചു. എത്ര കാലം? ബഹുവർഷ സഹസ്രാണി, ആയിരക്കണക്കിന് വർഷങ്ങൾ, അനവധി ആയിരം വർഷങ്ങൾ രാജ്യം ഭരിച്ചു വിശ്വാമിത്രൻ. രാജാവായിരുന്നു കൊണ്ട് രാജ്യം അകാരയത്, രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തു. കുറേ കാലം രാജ്യം ഭരിച്ചു. അതിനുശേഷമാണ് മടുത്തത്. അതെങ്ങനെയാണ് മടുക്കാൻ പോണത് എന്നുള്ളതൊക്കെയാണ് പറയണത്. 21ാമത്തെ ശ്ലോകം കൂടി നോക്കാം. കദാചിത്തു മഹാരാജ യോജയിത്വാ വരൂധിനീം അക്ഷൗഹിണീ പരിവൃത പരിചക്രാമമേദിനീം. കഥാചിത്, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മഹാരാജാവായിട്ടുള്ള വിശ്വാമിത്രൻ വരൂധിനിയും യോജയിത്വ. വരൂധിനി എന്ന് പറഞ്ഞാൽ സൈന്യമാണ്. സൈന്യത്തിൻ്റെ പര്യായമായിട്ടുള്ള പദമാണ് വരൂധിനി. വരൂധിനിയെ യോജിപ്പിച്ചുകൊണ്ട്, വരൂധിനിയെയും കൂട്ടിയിട്ട്, തൻ്റെ സൈന്യങ്ങളെയൊക്കെ കൂട്ടിയിട്ട് എന്തു ചെയ്തു? ഒന്നും രണ്ടും സൈന്യമൊന്നുമല്ല, അക്ഷൗഹിണി പരിവൃത, ഒരക്ഷൗഹിണി സൈന്യങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് മേദിനിയും പരിചക്രാമ, ഭൂമിയിൽ ഒട്ടാകെ ഒന്ന് സഞ്ചരിക്കുകയുണ്ടായി. അപ്പോൾ ഒരു അക്ഷൗഹിണി വരൂധിനി എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നൊരു കണക്ക് പറയാണ്. 21,870 രഥങ്ങൾ, അത്ര തന്നെ ആനകൾ, അതിൻ്റെ 3 ഇരട്ടി കുതിരകൾ, 5 ഇരട്ടി കാലാൾ, ഇത്രയുമുള്ള സൈന്യത്തിനെയാണ് അക്ഷൗഹിണി എന്ന് പറയണത്. അത്രയും സൈന്യത്തെ കൂട്ടിക്കൊണ്ട്. അപ്പോൾ ആന, കുതിര, തേര്, കാലാൾ, ഇതാണല്ലോ ചതുരംഗ സൈന്യം. അതിൽ എണ്ണം കുറേ പറഞ്ഞിട്ടുണ്ട്. അത്രയും സൈന്യങ്ങളെ, അത്രയും കൂട്ടങ്ങളെയൊക്കെ തൻ്റെ വശത്ത് കൊണ്ടു നടന്നുകൊണ്ട് ഭൂമിയെ ഒന്ന് പരിക്രമണം ചെയ്ത് വിശ്വാമിത്രൻ തിരിച്ചു വരികയാണ്. അങ്ങനെ വരുമ്പോൾ കാണുന്ന കാഴ്ചകളെ പറ്റിയിട്ടാണ് പറയണത്. 22ാമത്തെ ശ്ലോകം കൂടി നോക്കാം. നഗരാണി ച രാഷ്ട്രാണി സരിതശ്ച മഹാഗിരീൻ ആശ്രമാൻ ക്രമശോ രാജ വിചരന്നാജഗാമഹ. സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ നഗരാണി, പല പല നഗരങ്ങൾ കണ്ടു. രാഷ്ട്രാണി, കുറേയധികം രാഷ്ട്രങ്ങൾ കണ്ടു. സരിതശ്ച, കുറേയധികം നദികൾ കണ്ടു. മഹാഗിരീൻ, വലിയ വലിയ പർവ്വതങ്ങൾ കണ്ടു. ആശ്രമാൻ, ആശ്രമങ്ങൾ കണ്ടു. അങ്ങനെ പലതും കണ്ടുകൊണ്ട് ക്രമശഃ, ഇതൊക്കെ കണ്ടുകൊണ്ട് എന്തു ചെയ്തു? വിചരൻ രാജ ആജഗാമ. ഇങ്ങനെ പലതും കണ്ട് സഞ്ചരിച്ച് അവസാനം രാജാവ് തൻ്റെ രാജ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തുമായിരുന്നു. യാത്രയൊക്കെ കഴിഞ്ഞിട്ട് പലതും കണ്ട അനുഭവത്തിൽ സന്തോഷത്തോടു കൂടിയിട്ട് വിശ്വാമിത്രൻ തിരിച്ചു പോരുകയാണ്. അപ്പോൾ എന്താ ഉണ്ടായതെന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ശ്രൂയതാം ചാഭിധാസ്യാമി
കൗശികസ്യ മഹാത്മനഃ യഥാബലം യഥാ തത്വം തന്മേ നിഗതതഃ ശൃണു. രാജാസീദേശ ധർമാത്മാ ദീർഘകാലമരിന്ദമഃ ധർമ്മജ്ഞഃ കൃതവിദ്യശ്ച പ്രജാനാം ച ഹിതേ രതഃ. പ്രജാപതിസുതസ്ത്വാസീത് കുശോ നാമ മഹീപതി. കുശസ്യ പുത്രോ ബലവാൻ കുശനാഭസുധാർമ്മികഃ. കുശനാഭസുതസ്ത്വാസീത് ഗാധിരിത്യേവ വിശ്രുത. ഗാധേഃ പുത്രോ മഹാതേജാ വിശ്വാമിത്രോ മഹാമുനിഃ. വിശ്വാമിത്രോ മഹാതേജാ പാലയാമാസ മേദിനീം. ബഹുവർഷസഹസ്രാണി രാജാ രാജ്യമകാരയത്. കദാചിത്തു മഹാരാജാ യോജയിത്വാ വരൂധിനീം. അക്ഷൗഹിണീ പരിവൃതഃ പരിചക്രാമമേദിനീം. നഗരാണി ച രാഷ്ട്രാണി സരിതശ്ച മഹാഗിരീൻ. ആശ്രമാൻ ക്രമശോ രാജാ വിചരന്നാജഗാമഃ. അങ്ങനെ തിരിച്ചു വരികയായിരുന്നു. തിരിച്ചു വരുമ്പോൾ എന്താണ് ഉണ്ടായത്, ആരെയാണ് കണ്ടത് വിശ്വാമിത്രൻ എന്നുള്ളതൊക്കെ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള കഥാഭാഗങ്ങളാണ് ഇത്. അതിന് തൊട്ടു മുമ്പേ ഉള്ള, അതായത് കുശൻ്റെ ആ വംശാവലിയിൽ പിറന്നവനാണ് വിശ്വാമിത്രൻ എന്ന് പറഞ്ഞിട്ട് വിശ്വാമിത്രൻ നിർത്തി. പക്ഷെ വിശ്വാമിത്രൻ എന്തുകൊണ്ട് ക്ഷത്രിയനിൽ നിന്നും ബ്രാഹ്മണനായി തീർന്നു, ബ്രഹ്മർഷിയായി തീർന്നു എന്നുള്ളത് ഇതുവരെ ആരും ശ്രീരാമനോട് പറഞ്ഞിട്ടില്ല. ആ കഥയാണ് ശതാനന്ദൻ പറഞ്ഞു കൊടുക്കാൻ പോണത്. ആ കഥകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.